നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെറുനീർ പഞ്ചായത്തിലെ ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ സമീപത്തുള്ള റോഡിലാണ് നിൽക്കുന്നത്. ഇവിടെയുള്ള ഒരു സുപ്രധാന വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ഈ വീഡിയോ എടുക്കുന്നത്. ഇതിവിടെ ഒരു കലുങ്ക് കാണാം, നിങ്ങൾ കാണാം. ഈ കാട്ടിനിടയിൽ കലുങ്കുണ്ടെന്നുള്ളത് നമ്മൾ അതിനടുത്ത് ചെന്ന് നോക്കേണ്ടത് ആവശ്യമുണ്ട്. അത്രയധികം ഈ കാടിനിടയിൽ ഒളിച്ച് കിടക്കുന്നൊരു ഭാഗമാണ്. ഇതിൻ്റെ രണ്ട് ഭാഗങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. മറുഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ റോഡിൽ നടന്നുപോണ ഒരാൾ അപ്രതീക്ഷിതമായിട്ടൊന്ന് കാല് തെറ്റിക്കഴിഞ്ഞാൽ മറിഞ്ഞു വീണ് അപകടമോ ഒന്നുകിൽ മരണം തന്നെ സംഭവിക്കാൻ തരത്തിൽ വളരെ അപകടമായ അവസ്ഥയിലാണ് കാണുന്നത്. കാടുകൾ പിടിച്ചു കിടക്കുന്നുണ്ട്. ഇത് മുൻകാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന മുൻകാലങ്ങളിൽ ഇപ്പോഴാണെങ്കിലും ഇവിടെ വെള്ളമൊക്കെ ഒലിച്ചു പോകാനുള്ള ഒരു ശാലാണ്. ഇവിടെ റോഡിൽ വെള്ളം കെട്ടി കിടക്കുക. ഒരു ഇതുവരെ ഇത് നല്ല കാര്യമാണ്. പക്ഷേ ഇത് വളരെ ശാസ്ത്രീയമായി തന്നെ ഇത് നിർമ്മിച്ചിരിക്കുക, അല്ലെങ്കിൽ ശാസ്ത്രീയമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെങ്കിൽ ഇത് ഉപയോഗപ്രദമായ ഒരു സംഭവമാണ്. പക്ഷേ അത് ശ്രദ്ധിക്കാൻ ആർക്കും തന്നെ നേരം കിട്ടത്തില്ല. ഈ കാട് പിടിച്ച് കിടക്കുന്ന ഇവിടെ അണലി മുതലായ പല വിഷജന്തുക്കളൊക്കെ ഇതിനുള്ളിൽ കാണാൻ സാധ്യതയുണ്ട്. അത്രയധികം ഭീകരാവസ്ഥയാണ് ഇവിടെ കാണുന്നത് കണ്ടിട്ട്. അപ്പോൾ ഈ റോഡ്, ഈ പരിസരവും വൃത്തിയാക്കേണ്ട ആവശ്യകതയും, അല്ലെങ്കിൽ ഈ കലുങ്ക് പുനർനിർമ്മിക്കുക, അല്ലെങ്കിൽ ഇത് മാറ്റി പുതിയതായിട്ട് ശാസ്ത്രീയമായി തന്നെ നിർമ്മിക്കേണ്ടതിന് സാധ്യതകൾ വളരെ പ്രധാനമായിട്ടുണ്ട്. ഇതിന് വേണ്ടി ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് നമ്മുടെ ഈ നാട്ടുകാരുടെ ഒരു ആവശ്യമാണ്. അതുപോലെ തന്നെ ഇതിനുവേണ്ടി സൗണ്ട് ഓഫ് സിറ്റിസൺ ഈ ഒരു കാര്യം ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ അപകടാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇതിലേക്ക് ശ്രദ്ധിക്കുക. ഇത് എന്ത് വേണമെന്നുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് വേണ്ട ശാസ്ത്ര പരിഹാരം നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്.